കൃഷ്ണൻ എന്നത് ആ മയിൽപീലിയും മുരളിയും ധരിച്ച ശരീരമല്ല. മുരളി പിടിച്ചിരിക്കുന്ന ആ ശരീരം കൃഷ്ണൻ അല്ല. കൃഷ്ണൻ എന്നത് ഒരു ബോധമാണ്, കാലാതീതമായത്. ഈ ലോകം പിറന്ന സമയത്തും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് വേറൊരു പേരുണ്ടായിരിക്കാം, പക്ഷേ അതും കൃഷ്ണൻ ആയിരുന്നു. അർജുനന്റെ മുന്നിൽ നിന്നിരുന്ന കൃഷ്ണൻ, ആ രൂപം കൃഷ്ണന്റെ അനന്തരൂപങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആ രൂപം പോയതുപോലെ അർജുനന്റെയും ശരീരം മരിക്കും, അതുപോലെ തന്നെ കൃഷ്ണന്റെയും ശരീരം മരിക്കും. മരിച്ചിരുന്നുവല്ലേ? നിങ്ങൾ കൃഷ്ണൻ എന്ന് വിളിക്കുന്നവൻ അർജുനന്റെ മുന്നിൽ നിന്നിരുന്ന ആ പ്രത്യേക രൂപമാണ്, അത്രമാത്രം. അതുകൊണ്ട് ഒരു മുഖത്തെ മാത്രം കൃഷ്ണനായി കരുതരുത്. ഇക്കാര്യം അദ്ദേഹം അർജുനനോട് മാത്രം പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും അർജുനന്മാരാണ്. നിങ്ങളോടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ എന്നെ ഒരു മുഖം മാത്രമായി കാണുന്നു. എനിക്ക് മുഖമൊന്നുമല്ല മോനെ, ഞാൻ മുഖത്തിന് വളരെ മേലുള്ളതാണ്. എനിക്ക് എത്രയും അധികം മുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ബോധമുള്ള ജീവനും ഓരോ പ്രബുദ്ധനായ വ്യക്തിയുടെയും മുഖവും എന്റേതാണ് അർജുന. ബോധത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും തന്നെയാണ് കൃഷ്ണൻ. എപ്പോഴൊക്കെ ധർമ്മം തളരുകയും അധർമ്മം ഉയരുകയും ചെയ്യുമ്പോൾ, അധർമ്മം തല ഉയർത്തി സംസാരിക്കുമ്പോൾ, അപ്പോഴൊക്കെ ഞാൻ ആ പ്രവാഹത്തിൽ നിന്ന് തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അതായത് പ്രത്യക്ഷപ്പെടുന്നത് കൃഷ്ണന്റെ തീരുമാനമാണോ? ഇല്ലില്ല, അത് കൃഷ്ണന്റെ തീരുമാനമല്ല. കാരണം കൃഷ്ണൻ സദാ ഉണ്ടാകുന്നവനാണ്. അവർ പ്രത്യക്ഷപ്പെടുമോ ഇല്ലയോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്.